നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുകയാണ്. പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത് യമനും ലബ്നാനുമാണ്. രണ്ടിടത്തു നിന്നും ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് രൂക്ഷമായ ആക്രമണം തന്നെയാണ് നടന്നു വരുന്നത്. ലബ്നാനുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് ഇസ്രായേൽ ഭരണകൂടത്തെ ഈ മേഖലയിലുള്ള രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ താക്കീത് ചെയ്തിട്ടുമുണ്ട്. വടക്കൻ ഇസ്രായേലിലെ കിര്യത്ത് ഷിമോനയിലാണ് ഹിസ്ബുള്ള നിലവിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. സൈനിക കേന്ദ്രങ്ങളായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 15 റോക്കറ്റുകൾ ഇവർ തൊടുത്തുവിടുകയും ചെയ്തു. 10 റോക്കറ്റുകൾ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ തകർത്തിട്ടുണ്ട്. എന്നാൽ 5 എണ്ണം നിലത്ത് പതിച്ചുവെങ്കിൽ പോലും ഇതുവരെയും കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഈ വേളയിൽ തന്നെയാണ് സമീപ സ്ഥലത്ത് ഹൂതികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായത്. ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തോട് ചേർന്ന പ്രദേശത്തായിരുന്നു ഹൂതികളുടെ ആക്രമണം ഉണ്ടായത്. ഇസ്രായേലിലെ ഷിയ സംഘങ്ങളുടെ സഹകരണത്തോടു കൂടിയായിരുന്നു ആക്രമണം എന്നുകൂടി ഹൂതികൾ അറിയിക്കുന്നുണ്ട്. സമീപകാലം വരെ സൗദി ഉൾപ്പെടെയുള്ള എല്ലാ അറബ് രാജ്യങ്ങളും മാറ്റി നിർത്തിയ ഷിയ സംഘങ്ങളാണ് ഈ ഹിസ്ബുള്ളയും ഹൂതികളും എന്ന് പറയുന്നത്. ഹിസ്ബുള്ളയെ ഭീകര സംഘടനയുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ അറബ് ലീഗ് കഴിഞ്ഞ ദിവസമാണ് തീരുമാനമെടുത്തത്. ഇത് ഹിസ്ബുള്ളയ്ക്ക് കൂടുതൽ കരുത്ത് പകരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തങ്ങൾ മുന്നോട്ട് വെച്ച എല്ലാ ഉപാധികളും ഹിസ്ബുള്ള അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് അറബ് ലീഗ് അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ ഹുസാം സാക്കി ഈജിപ്ഷ്യൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും പശ്ചിമേഷ്യ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മേഖലയിലെ സാഹചര്യം വളരെ വ്യക്തമായി നിരീക്ഷിച്ചു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.